ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹോപ്പ് യു ആൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ കുറേ ആയില്ലേ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. നമ്മളെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആ ഒരു പഴയ ട്രാക്കിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് മടിയിലായിരുന്നിട്ടാ. കുറച്ചധികം മടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ഉറക്കം മാത്രമേ നടക്കണുള്ളൂ, ബാക്കിയൊക്കെ തിനിപ്പോൾ മടിയായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മടിയാണ്, ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായി എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പെരുന്നാളിന് റിയാദിൽ പോയത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള നമ്മൾ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തത്. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നും പറയുന്ന പോലെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അമീറ അമി. പിന്നെ വീഡിയോ കണ്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 8:30 ആയപ്പോഴേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മൊത്തം 4 ഫാമിലീസാട്ടോ പോകുന്നത്. നമുക്കൊരു ആൾമോസ്റ്റ് 5 hours ആയിരുന്നു കേട്ടോ യാത്ര ഉണ്ടായിരുന്നത്. മക്കളൊക്കെ ഫുൾ വൈബിലായിരുന്നു. അവർ ഫുൾ ഡാൻസും പാട്ടും അവരുടേതായ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കും വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരെ കൂടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യാത്ര. ഏകദേശം ഒരു 3 മണി ആയപ്പോൾ തന്നെ നമ്മൾ റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കയറിയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി വേറെ എവിടേക്കെങ്കിലും തിരിയാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നമ്മൾ റിയാദിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. അവിടുത്തെ ഒരു ഇൻറ്റീരിയറും അവരൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പഴയ ഒരു ഹെറിറ്റേജ് ഹൗസ് രീതിയിലാണ് അവർ ഫുള്ളായിട്ട് അവരെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു പഴയ ഒരു അറബിക് വീട് ആ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കിട്ടിയത്. അവരെ അങ്ങനെ ഷോക്കായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളായാലും പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാട്ടോ അവർ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് അറബിക് ഒരു സൗദി ഒതൻറ്റിക് ഫുഡ്സാണ് അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അറബിക് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റ് ട്രൈ ആണ്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ അവിടുത്തെ റൈസൊന്നും വലിയ ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ്. 3 ഐറ്റം റൈസസ് ആയിരുന്നു. എനിക്ക് ആ സെൻറ്ററിലുള്ളത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ റൈസിൻ്റെ. ബാക്കി രണ്ടും എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആദ്യം പോയത് വാദി നമറിലായിരുന്നു. അവിടെ ഈദായതുകൊണ്ടാണോന്നും അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു പോയ ടൈമിൽ. ഏകദേശം ഒരു 2 ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ ഏരിയ. ലേക്കിൻ്റെ ചുറ്റും നമുക്ക് ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പേര് അതിന് മേലൊക്കെ കയറുന്നുണ്ട്. ഞങ്ങളതിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളൊക്കെ ഉള്ള കാരണം റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ താഴെ നിന്ന് കാണാനായാലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ ഇവിടേക്ക് വേറെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 24 hour ഓപ്പൺ ആണ്. ഇവിടെയുള്ള ലേക്കൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഈ കാണുന്ന വാട്ടർഫാളും ഒക്കെ മാൻമെയ്ഡാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂം നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതായതുകൊണ്ട് തന്നെ റൂമൊന്നും കിട്ടാൻ തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു കേട്ടോ. നല്ല ക്ലീനും അവിടുത്തെ ആ ഒരു നല്ല കുഴപ്പമില്ലാത്ത സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അവിടുന്ന് കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30-10 o'clock ഒക്കെ ആവാനായി ഉണ്ടായിരുന്നു.
നമ്മൾ റൂം തിരഞ്ഞ് നടന്നിട്ട് ഒരുപാട് ടൈം അങ്ങനെ പോയിണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളിവിടെ ചെറീസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കിട്ടാനായിട്ട്. പക്ഷെ ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത പ്ലാൻ ചീറ്റിപ്പോയിട്ടാണ്. ഞങ്ങൾ തൊട്ടടുത്തുള്ള തന്നെ ഒരു കിങ് അബ്ദുള്ള പാർക്കിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പത്തിന് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? മറ്റേ വീട്ടില് നമ്മൾ റിയാദിലാണ്. നമ്മള് ഉറങ്ങി നീറ്റിട്ട് എന്താ ചെയ്യാ? അങ്ങനെ ഞങ്ങൾ രണ്ടാളും എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 days ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അസറാക്ക രാവിലെ തന്നെ എണീറ്റ് ജുമുഅക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എണീറ്റപ്പോൾ ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും വേഗം ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോഴേക്കും അസറാക്കി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള റൊമാൻസിയൊക്കെ ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ 3 റൈസായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ ഫുഡ്. സൗദിയിലുള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സൗദിയിലുള്ള എല്ലാവർക്കും ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് അറിയുണ്ടാവും. എന്തായാലും നല്ല ഫുഡാണ്. പിന്നെ അവിടുന്ന് ഒരു കുനാഫൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ മെല്ലെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടിട്ടോ. അവിടെ നിന്ന് നമ്മൾ ആദ്യം പോയത് സൂലായിരുന്നു. സൂല ഏകദേശം ഞങ്ങളൊരു 2 o'clock ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്യുമോയെന്ന് അറിയില്ല. പിന്നെ അവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത് ബൊലിവാർഡ് സിറ്റിയിലേക്കായിരുന്നു പോകാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അവിടെയും പോകാൻ പറ്റില്ല വിചാരിച്ചിട്ട് വേഗം ഞങ്ങൾ ബൊലിവാർഡ് സിറ്റിയിലേക്ക് വിട്ടിട്ടോ. ഇവിടെ ഒരു 4 മണിയാകുമ്പോഴാട്ടോ ഓപ്പൺ ചെയ്യുക. ഞങ്ങൾ അതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ റഷില്ലാതെ കയറാൻ പറ്റി. ഇവിടെ വേറെ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ചില ടൈമിൽ എൻട്രി ഫീ ഉണ്ട് എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ ഫ്രീ ആയിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബൊലിവാർഡ് വേൾഡിൽ എൻട്രി ഫീ ഉണ്ട്. അന്ന് എത്രയോ 70 റിയാൽ ആയിരുന്നു. ഞങ്ങൾ സിറ്റി കണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ബൊലിവാർഡ് സിറ്റി തന്നെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ടൈമായി. പോരാത്തതിന് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസം വേൾഡ് കാണാനായിട്ട് ഒരു ദിവസം പോകാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. എന്തായാലും അന്നത്തെ ദിവസം എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. സിറ്റി തന്നെ അത്യാവശ്യം കാണാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് രാത്രിയിലാണ് കേട്ടോ. അവിടുത്തെ ഒരു ലൈറ്റും ആ സ്ക്രീൻസും കാര്യങ്ങളും ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് പറയുന്നത് തന്നെ അതാണ്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്സും നമുക്ക് ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളും ഉണ്ട്. ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടണേ. ഫാമിലിക്കായിട്ട് വന്ന് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ ബൊലിവാർഡ് സിറ്റി. നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഭംഗിയുള്ളത് രാത്രിയിലാണ്. പക്ഷേ ഡേ ലൈറ്റിൽ വേറൊരു ഭംഗിയാണ്. കൂടുതൽ ഭംഗിയുള്ളത് നൈറ്റിലാണ്. ആ ഒരു സ്ക്രീൻ വർക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനുള്ള സ്പേസസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചിലതൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇത് നടന്ന് ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ എവിടേക്ക് പോയി എവിടേക്ക് കയറിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടോ.
ഇതിൻ്റെ തൊട്ടടുത്ത് ഗെയിംസിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഷോപ്പിങ്ങിലായിരുന്നു സായി. ഗെയിംസും റൈഡ്സും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ഒരു ട്രാവൽ ബ്ലോഗ് അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പോട്ടൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണം, എവിടെ നിന്നൊക്കെ എടുക്കണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു, ആ ഭാഗത്തു നിന്ന് എടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിന്നീടാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കായാലും കുട്ടികൾക്കായാലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽക്ക് ഓരോന്നിലും കയറാനും സെപ്പറേറ്റ് എൻട്രി ഫീ ആയിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റോൾസൊക്കെ കാണാം കേട്ടോ. ഫാൻസി ആയിട്ടും ഡ്രസ്സിൻ്റെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം 10 റിയാൽ 5 റിയാലിൻ്റെ ഒക്കെ ആയിട്ടുള്ള ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നടന്ന് നമ്മളെല്ലാവരും ടയേർഡായി. ഞങ്ങൾ വേഗം ഇവിടെ വന്ന് സൈഡായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സായി ഫുള്ള് ഇതിമലായിരുന്നു ഫുൾ കളി ഉണ്ടായിരുന്നത്. അവൻ അതിന് മേലെ കയറുക, സ്ലൈഡ് പോലെ ഇറങ്ങുക, ഇത് തന്നെയായിരുന്നു കേട്ടോ അവരെ പണി. നമ്മൾ വന്ന ടൈമിൽ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടില്ലേ, നൈറ്റ് ആയപ്പോഴാണ് ആ ഒരു ഫൗണ്ടെയിൻ്റെ ഒക്കെ ഒരു ഭംഗി കാണുന്നത് തന്നെ നൈറ്റിലാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ വന്ന ടൈമിൽ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോണൊക്കെ ഒരു ടൈമായപ്പോൾ അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല റഷായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന ടൈമൊക്കെ ആയത്തിന്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സർക്കസ് പോലെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്ക് അടുക്കാൻ തന്നെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല തിരക്കൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല അങ്ങനെ പോണ വഴി ജസ്റ്റ് കണ്ടതാണ്. പിന്നെ അങ്ങനെ വല്ലാതെ അടുത്തേക്കൊന്നും പോയിണ്ടായിരുന്നില്ല മക്കളൊക്കെ ആയിട്ട് പോണ കാരണം. അവിടെ നിന്ന് അങ്ങനെ നേരെ അൽമാസ് ഹോട്ടലിലാട്ടോ പോയിണ്ടായിരുന്നത്. നമുക്ക് ബൊലിവാർഡ് സിറ്റിയിൽ നിന്നൊരു 1/2 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അവിടേക്ക്. അവിടുന്ന് അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ദമാമിലേക്ക് വിട്ടിട്ടാണ്. ഏകദേശം ഒരു രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് ദമാമിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്താൽ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.